ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. സാസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ കാലാഞ്ചിയോ പ്ലാന്റിൻ്റെ പ്രൂണിങ് ഡേ ആണ്. കാരണം ഇപ്പോഴെന്താണ് ഇതിൻ്റെ പ്രൂണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കാലാഞ്ചിയോയുടെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഡിസംബർ ടു ജൂൺ വരെയാണ് വരുന്നത്. ഒരു ഡിസംബറൊക്കെ ആകുമ്പോൾ അതിന് ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്ത് ജാനുവരിയൊക്കെ ആകും ശരിക്കും ഫ്ലവർ ചെയ്യാൻ തുടങ്ങുമ്പം. അപ്പോൾ ഒരു ജാനുവരി ടു ഒരു ഏപ്രിൽ മെയ് വരെ നമുക്ക് നന്നായിട്ട് ഫ്ലവർ കിട്ടും. മെയ് ഒക്കെ ആകുമ്പോഴത്തേന് ഇതിൻ്റെ ഫ്ലവറൊക്കെ ഒന്ന് കൊഴിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ കൊഴിഞ്ഞ ചട്ടിയിൽ, ഇപ്പം എല്ലാത്തിൻ്റെ ഒന്നും കൊഴിഞ്ഞില്ല, അപ്പോൾ കൊഴിഞ്ഞ ചട്ടിയിൽ ചെടികളെല്ലാം നമ്മൾ പ്രൂൺ ചെയ്ത് പുതിയ പോട്ടിലേക്ക് മാറ്റുകയാണ്. സാധാരണഗതിയിൽ നമുക്ക് കലാഞ്ചിയുടെ തൈകൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഹോൾസെയിൽ റേറ്റ് ഏകദേശം ഒരു 70 to 80 വരുന്നുണ്ട്. കാരണം കലാഞ്ചിക്ക് അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വർഷവും ഇതിനെ പ്രൂൺ ചെയ്ത് ഇതിൻ്റെ നല്ല രീതിയിൽ തൈകൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുണ്ട്. കാരണം പുറത്തുനിന്ന് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ സെയിൽ ചെയ്യാനും പാടാണ്, അത്യാവശ്യം നല്ല കോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കലാഞ്ചിയോ സ്വന്തമായിട്ടാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഏകദേശം ഒരു 50 to 70 കവറോളം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഓൾറെഡി മണ്ണ് നിറച്ച കവറുകൾ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ല ഹെൽപ്ഫുള്ളാണ്. അവരെല്ലാ കവറും എടുത്ത് എന്നെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നട്ട് വെച്ചാൽ മാത്രം മതിയായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഈ കലാഞ്ചിയോസ് നമുക്ക് ഇതിൻ്റെ സ്റ്റെംസ് കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ ലീഫായാലും പ്രോബ്ലം ഇല്ല, ലീഫിൽ കൂടി ഇതിൻ്റെ തൈകൾ ഉണ്ടായി വരും. അപ്പം ഇലമുളച്ചിയും കൂടിയാണ് കേട്ടോ ഈ ഒരു കലാഞ്ചിയോ പ്ലാന്റ്. ഇപ്പം നിങ്ങൾ നാടൻ കണ്ടിട്ടുണ്ടായിരിക്കും. നാടനെക്കാട്ടിലും 100 മടങ്ങ് ഭംഗിയാണ് ഈ ഒരു ഹൈബ്രിഡ് കലാഞ്ചിയോസിന് വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞു കുഞ്ഞു പൂക്കൾ. പിന്നെ അതിൻ്റെ ഇലകളിൽ ഇങ്ങനെ പുഴുക്കൾ കയറി ആ ഇലകൾ നശിപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതായത് നമ്മൾ നോർമലി പയറിലൊക്കെ കാണുന്ന ഒരു പച്ച കളറിലെ പുഴുവില്, ആ സെയിം പുഴു തന്നെ ഇതിൻ്റെ ഇലകളിൽ കയറിയിട്ട് ആ ഇലകൾ തിന്ന് നശിപ്പിക്കാറുണ്ട്. അങ്ങനെ ആ ഒരു ചെടി കംപ്ലീറ്റ് പോകുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്ലാന്റിൽ നമുക്ക് ഇടയ്ക്ക് മരുന്നടിച്ചു കൊടുത്തില്ലെങ്കിൽ പ്ലാന്റിൽ നല്ല രീതിയിൽ പുഴു ഉണ്ടാവാറുണ്ട്. നോർമലി നമുക്ക് പുകയില കഷായമൊക്കെ അടിച്ചു കൊടുത്താൽ ഈ ഒരു പുഴു നശിച്ചു പോകുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴും ഇതിൻ്റെ സ്റ്റെമ്മ് വെച്ചും ഇല വെച്ചും ഈ ഒരു പ്ലാന്റിനെ മുളപ്പിച്ചെടുക്കാം. അങ്ങനെ ഈ പ്ലാന്റ് മുളച്ച് കഴിഞ്ഞ്, അതായത് നമ്മൾ ഇതിൻ്റെ തൈകൾ നട്ട് കഴിഞ്ഞ് 1 മാസം ആകുമ്പോൾ തന്നെ ഇത് റൂട്ട് പിടിച്ച് കിട്ടും. അങ്ങനെ റൂട്ട് പിടിച്ച് കിട്ടിയാൽ ഉടനെ നമുക്ക് ഇതിനകത്ത് DAP അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം 1 മാസമായ തൈകൾക്ക് നമുക്ക് 5 മുതൽ 8 ബോൾസ് വരെ DAP അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് വെള്ളവും കൂടെ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 15 ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ തൈകൾക്ക്, ആ പ്ലാന്റിന് പുതിയ ബ്രാഞ്ചസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെ ആയിക്കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ജൂണിലൊക്കെ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസംബറൊക്കെ ആകുമ്പോൾ ആ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആവും. അപ്പം നമുക്ക് സെയിലിങ്ങിന്, അതായത് ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യും. സെയിലിങ്ങിന് പറ്റിയ ഒരു സമയമാണ് ആ ഒരു ഡിസംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എപ്പോഴും നിങ്ങൾ കലാഞ്ചിയോസ് ജൂണിൽ തന്നെ പ്രൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ജൂണിൽ പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് ആ ഒരു പ്ലാന്റിന് ആവശ്യത്തിന് വളങ്ങളും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്ലാന്റ് ഡിസംബർ ആകുമ്പോഴത്തേനും നമുക്ക് നല്ല രീതിയിൽ ബുഷിയായിട്ട് വളർന്നും കിട്ടും. അതുപോലെ പൂക്കൾ, ഒരുപാട് പൂക്കളും കിട്ടും. ഏത് പ്ലാന്റ് ആണെങ്കിലും നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് പൂക്കൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൂണിങ് അത്യാവശ്യമാണ്. അപ്പോൾ പ്രൂൺ ചെയ്യേണ്ട സമയം നോക്കി ഇതിനെ കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ കലാഞ്ചിയോസ് നമുക്ക് നല്ല ഭംഗിക്ക് ഡിസംബർ തൊട്ട് മെയ് വരെ നല്ല രീതിയിൽ പൂക്കൾ കാണാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ കലാഞ്ചിയോനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കലാഞ്ചിയോ ഉള്ളവരെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് തരും കേട്ടോ. നമുക്ക് പ്ലാന്റ്സ് ഡിസംബറിലേക്ക് അടുത്ത സെയിലിനുള്ള പ്ലാന്റ്സ് ഇപ്പോഴേ നമ്മൾ റെഡിയാക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നോക്കി, ഇത് നമ്മുടെ റോസ്മേരി പ്ലാന്റ്സ് ആണ്. റോസ്മേരി ആവശ്യത്തിലധികം നമുക്ക് സെയിലിനുണ്ട്. അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും റോസ്മേരി വേണമെങ്കിൽ റോസ്മേരിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അടുത്ത വീഡിയോയിൽ കാണും വരെ, ബൈ ബൈ.